നമസ്കാരം, ഞാൻ ഫർസാന. നൈൽ ഹോസ്പിറ്റലിലെ ഡയറ്റീഷ്യനാണ്. നമ്മൾ ഒരുപാട് ശ്രദ്ധയോടെ ചെയ്യുന്ന കാര്യമാണ് ചെറിയ മക്കളെ നോക്കൽ, അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങളെല്ലാം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ട കാര്യമാണ് അവരുടെ ഫുഡ് ഹാബിറ്റ്. അവർക്ക് എങ്ങനെ ഫുഡ് കൊടുക്കാം, ഏത് രീതിയിൽ ഫുഡ് കൊടുക്കാം, എത്ര സമയം വിട്ടിട്ട് വേണം ഫുഡ് കൊടുക്കാൻ എന്നുള്ളത്. നമ്മൾ 6 മാസമായ മക്കൾക്ക് കൊടുക്കുന്ന ഫുഡിനാണ് കോംപ്ലിമെൻ്ററി ഫുഡ്, അല്ലാന്നുണ്ടെങ്കിൽ വീനിങ് ഫുഡ് എന്ന് പറയുന്നത്. ബ്രസ്റ്റ് മിൽക്കിന് പുറമേ നമ്മൾ സെമി ലിക്വിഡ് ആയിട്ടുള്ള ഡയറ്റാണ് കൊടുക്കുന്നത് കൂടുതലും. നമ്മൾ നാട്ടിൽ കണ്ടുവരുന്ന റാഗി പൊറിഡ്ജ്, അല്ലാന്നുണ്ടെങ്കിൽ അരിപ്പൊടിയുടെ പൊറിഡ്ജ്, നമ്മൾ ബനാന നന്നായി വേവിച്ചിട്ട് അത് പൊറിഡ്ജാക്കി കൊടുക്കാം. ഇത് സെമി ലിക്വിഡിൽ നിന്ന് തുടങ്ങി സെമി സോളിഡിലേക്കുള്ള രീതിയിലാണ് ഫുഡ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ വെജിറ്റബിൾസ് ഒക്കെ കൊടുക്കുകയാണെങ്കിലും നന്നായി വേവിച്ചിട്ട് അരിച്ചിട്ട് വേണം നമുക്ക് വെജിറ്റബിൾസ് ഫുഡിൻ്റെ കൂടെ കൊടുക്കാൻ. ദെൻ ഫ്രൂട്ട്സ് എടുക്കുകയാണെങ്കിലും നമ്മൾ സിട്രസ് ഫ്രൂട്ട്സ് മാക്സിമം അവോയ്ഡ് ചെയ്യണമെന്നായിരിക്കും നല്ലത്. സിട്രസ് ഫ്രൂട്ട്സ് നമുക്ക് എപ്പോഴും ഒരു ചോക്കിംഗ് ഇഷ്യൂ, അല്ലാന്നുണ്ടെങ്കിൽ കഫക്കെട്ടിനൊക്കെ ബുദ്ധിമുട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ അറ്റ് എ ടൈം എടുക്കുന്ന ഫുഡ് എപ്പോഴും സ്മോൾ എമൗണ്ട് ആയിരിക്കണം. ഒരുപാട് ഹൈ എമൗണ്ട് ഓഫ് ഫുഡ് അറ്റ് എ ടൈം നമ്മൾ കൊടുക്കാൻ പാടില്ല. അത് ഡൈജഷനും അതുപോലെ തന്നെ ചോക്കിംഗ് ഇഷ്യൂവും വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസും അങ്ങനെ കിട്ടില്ല. അതുകൊണ്ട് തന്നെ എടുക്കുന്ന എമൗണ്ട് എപ്പോഴും ലിമിറ്റ് ചെയ്തിട്ട് ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്തിട്ട് വേണം നമ്മൾ ഫുഡ് കൊടുക്കാൻ. വെള്ളമായാലും അങ്ങനെ തന്നെയാണ്. കുറേശ്ശെ രീതിയിലാണ് നമ്മൾ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്തിട്ടുള്ള രീതിയിലാണ് നമ്മൾ വെള്ളവും കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ചെറിയ മക്കൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും സ്ക്രീനിങ് ടൈമും ഭയങ്കരമായിട്ട് കുറക്കണം. ഒരിക്കലും സ്ക്രീനിങ് ടൈം കൂട്ടിയിട്ട് അല്ലെങ്കിൽ സ്ക്രീനിങ് ടൈമിൽ വെച്ചിട്ട് നമ്മൾ ഫുഡ് കൊടുക്കാൻ പാടില്ല. പുറത്തിറങ്ങി അവർ നേച്ചറുമായിട്ടൊരു ബന്ധപ്പെട്ടിട്ട് വേണം നമ്മൾ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ പ്രോട്ടീൻ അടങ്ങിയ ഫുഡുകൾ നമ്മൾ മാക്സിമം ഉൾപ്പെടുത്താൻ നോക്കുക. ചെറുപയർ, വൻപയർ, കടല, പരിപ്പ്, ഇതൊക്കെയാണ് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ. ഇത് നന്നായി വേവിച്ച് ഉടച്ചിട്ട് വേണം നമ്മൾ ഫുഡിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട്. പ്രോട്ടീൻ ഫസ്റ്റ് തുടങ്ങുമ്പോൾ തന്നെ പ്രോട്ടീൻ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുട്ടികളിൽ പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് മുതൽ നമ്മൾ ടേക്ക് കെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു ഗുഡ് ഹെൽത്ത് ഉണ്ടാവാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ പ്രോട്ടീൻ അടങ്ങിയ ഫുഡുകൾ തന്നെ മാക്സിമം നമ്മൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്ക് ഭാവിയിൽ അത് ഒരു നല്ലൊരു ഹെൽത്തായിട്ടും അതുപോലെ തന്നെ ഒരു ഗുഡ് ന്യൂട്രിയൻസും നമുക്ക് അതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. താങ്ക് യു.